ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയാണ്. സോ മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ കോൺസെപ്റ്റ് റിവിഷനിലോട്ടാണ് കടക്കാൻ പോകുന്നത്. ഏറ്റവും ചുരുങ്ങിയ സമയത്തിനകത്ത് ഈ ചാപ്റ്ററിനകത്തുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മളിതാ പഠിച്ചെടുക്കാൻ പോവുകയാണ്. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. അതിനകത്ത് ഒരു കോംപ്രമൈസും നിങ്ങൾ ആരും വരുത്തരുത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അധികം കാര്യങ്ങളൊന്നും നമുക്ക് ഇതിനകത്ത് പഠിക്കാനില്ല. ഏറ്റവും ചെറിയൊരു ചാപ്റ്ററാണ്, റൈറ്റ്? സോ ആദ്യം നിങ്ങൾക്കൊരു ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ഇലക്ട്രിസിറ്റിയെ പറ്റിയാണ്, ശരിയല്ലേ? കറണ്ടിനെ പറ്റി, പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ പറ്റി, റെസിസ്റ്റേഴ്സിന്റെ കോമ്പിനേഷനെ പറ്റിയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് പഠിച്ചത്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ആ ഇലക്ട്രിസിറ്റിയുടെ മാഗ്നറ്റിക് എഫക്റ്റിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഇലക്ട്രിക് കറണ്ട് മാഗ്നറ്റിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന കാര്യമാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് വിശദമായി തന്നെ പഠിക്കാൻ പോകുന്നത്. എന്തു പഠിക്കാൻ പോകുന്നു എന്ന വ്യക്തതയില്ലാതെ ഒന്നും പഠിച്ചിട്ട് കാര്യമില്ല. സോ എന്താണ് പഠിക്കാൻ പോകുന്നത് എന്ന ക്ലാരിറ്റി നിങ്ങൾക്ക് വേണം. ഇലക്ട്രിക് കറണ്ട് എങ്ങനെയാണ് മാഗ്നറ്റിക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത്. സെറ്റ് ക്ലിഞ്ചൻ തുടങ്ങിയാലോടാ. സോ ആദ്യം ഈ ചാപ്റ്റർ പഠിക്കുന്ന ഓരോ കുട്ടിയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് കാന്തം. സാർ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ കുഞ്ഞു വയസ്സിൽ ഇത് വെച്ച് കളിച്ചതല്ലേ എന്നായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവുക അല്ലെ? പക്ഷെ ഫിസിക്സിൽ അതിനൊരു കുഞ്ഞു ഡെഫിനിഷൻ നമുക്ക് പറയാൻ സാധിക്കും അല്ലെ? മാഗ്നറ്റ് ഈസ് എ സബ്സ്റ്റൻസ് വിച്ച് ഈസ് ഏബിൾ ടു അട്രാക്ട് അയൺ മെറ്റീരിയൽസ്. അതായത് ഇരുമ്പിനെ അട്രാക്ട് ചെയ്യാൻ കഴിവുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? മാഗ്നറ്റ് എന്ന് വിളിക്കാം, ശരിയല്ലേ? ഒരു സംശയമില്ലല്ലോ. അതുപോലെ തന്നെ ഇതൊരു മാഗ്നറ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ മാഗ്നറ്റിന് ചുറ്റും എന്തുണ്ടാവും? അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് കൂടി ഉണ്ടാവും. സോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന, ഇരുമ്പിനെ അട്രാക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു വസ്തുവാണ് എന്തെന്ന് പറയുന്നത്? മാഗ്നറ്റ് എന്ന് പറയുന്നത്. ദാറ്റ്സ് ദ ബേസിക് ഡെഫിനിഷൻ ഓഫ് എ മാഗ്നറ്റ്. ക്ലിയർ? അടുത്തത് മാഗ്നറ്റിക് ഫീൽഡ്. ഇപ്പൊ അണ്ണം പറഞ്ഞല്ലേ എന്താണ് ഈ മാഗ്നറ്റിക് ഫീൽഡ്, അതിനെപ്പറ്റി എനിക്ക് ധാരണയില്ല എന്ന് പല കുട്ടികളുടെയും മനസ്സിലുണ്ടാവും അല്ലെ? സോ മക്കളെ, മാഗ്നറ്റിക് ഫീൽഡ് എന്താണെന്നാണ് ഞാൻ അടുത്തതായിട്ട് പറഞ്ഞു തരാൻ പോകുന്നത്. മാഗ്നറ്റിക് ഫീൽഡ്, ഇപ്പൊ ഞാനൊരു പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്ന് വിചാരിക്കാം. എനിക്ക് എന്റെ പഞ്ചായത്ത് മുഴുവൻ എന്റെ ഉള്ളം കയ്യിലായിരിക്കും അല്ലെ? പഞ്ചായത്ത് മുഴുവൻ എനിക്കൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും അല്ലെ? എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാനായിരിക്കും പോയി ഇടപെടുക. ഇപ്പൊ ഞാനൊരു MLA ആണെങ്കിലോ എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസി മുഴുവൻ എന്റെ പിടിപാടുണ്ടാവും. ഞാനൊരു മന്ത്രിയാണെങ്കിലോ എനിക്ക് എന്റെ സംസ്ഥാനം മുഴുവൻ എനിക്ക് എന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ശരിയല്ലേ? സോ അതുപോലെ തന്നെയാണ് ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള അതിന്റെ ചുറ്റുമുള്ള റീജിയനെയാണ് നമ്മൾ എന്ത് പറയുക? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഒരു പഞ്ചായത്ത് പ്രസിഡന്റിനെ പോലെ, ഒരു MLA പോലെ, ഒരു മന്ത്രിയെ പോലെ ഒരു മാഗ്നറ്റിനും അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള റീജിയൻ ഉണ്ടാവില്ലേ? തീർച്ചയായും ഉണ്ടാവും. സോ ഒരു മാഗ്നറ്റിന് അതിന്റെ ഇൻഫ്ലുവൻസ് ഉള്ള അതിന്റെ ചുറ്റുമുള്ള റീജിയനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ സ്പേസ് അറൌണ്ട് ദ മാഗ്നറ്റ് ഇൻ വിച്ച് ഇറ്റ്സ് മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് എക്സിസ്റ്റ്. ഒരു മാഗ്നറ്റിന് ചുറ്റും അതിന്റെ മാഗ്നറ്റിക് ഇൻഫ്ലുവൻസ് ഉള്ള റീജിയനെ അല്ലെങ്കിൽ സ്പേസിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ്. സെറ്റ്. ഈ മാഗ്നറ്റിക് ഫീൽഡ്, നമ്മളൊരു കാന്തം എടുത്ത് കയ്യിൽ വെച്ചു, ഇതൊരു കാന്തമാണെന്ന് വിചാരിക്കാം. സോ ഈ കാന്തത്തിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് വിസിബിൾ ആണോ? നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഒരു കാന്തം എടുത്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് തിരിച്ചും മറിച്ചും നോക്കിയാലും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷെ അതിനടുത്തോട്ട് നമ്മളൊരു അയൺ നീഡിലെ കൊണ്ടുവന്നത് അട്രാക്ട് ചെയ്യും. പക്ഷെ ഈ ദൂരത്ത് വെച്ച് അട്രാക്ട് ചെയ്യില്ല. കാരണം മാഗ്നറ്റിക് ഫീൽഡിൽ അയൺ നീഡിലെ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഈ മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക, ശരിയല്ലേ? അല്ലാതെ ഒരു 10 മീറ്റർ അപ്പുറത്ത് കൊണ്ടുവച്ചാൽ ഈ പറയുന്ന മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക ഒരിക്കലുമില്ല. സോ മാഗ്നറ്റിക് നീഡിൽ നമ്മൾ ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ കൊണ്ടുപോയി വെക്കുമ്പോഴാണ് ഈ കാന്തം അതിനെ അട്രാക്ട് ചെയ്യുക എന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. യെസ്, നമുക്കത് കാണാൻ സാധിക്കില്ല, പക്ഷെ നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. ഫൈൻ. സോ നമുക്ക് കാണാൻ സാധിക്കാത്ത ഈ മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യണ്ടേ? തീർച്ചയായും റെപ്രസെന്റ് ചെയ്യണം. നമ്മൾ കാണാൻ കഴിയാത്ത പലതിനെയും നമ്മൾ റെപ്രസെന്റ് ചെയ്യാറുണ്ട് അല്ലേ? പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കണ്ടവരുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അതിനെ സിനിമകളിലൊക്കെ റെപ്രസെന്റ് ചെയ്യാറുണ്ടല്ലോ. ഒരു വെള്ള സാരിയെ കൊടുത്ത് നമ്മൾ പ്രേതത്തിനെ റെപ്രസെന്റ് ചെയ്യില്ലേ? അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത പക്ഷെ എക്സിസ്റ്റ് ചെയ്യുന്ന ഈ മാഗ്നറ്റിക് ഫീൽഡിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസിനെ വിളിക്കുന്ന പേരാണ് magnetic field lines. These are the imaginary lines which are used to represent which are used to represent magnetic field. Magnetic field നെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുക. സിനിമയിൽ പ്രേതത്തിനെ റെപ്രസെന്റ് ചെയ്യുന്ന പോലെ തന്നെ പ്രേതം എന്ന് പറയുന്ന കൺസെപ്റ്റിനെ കണ്ടവരുണ്ടെന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയത്തുള്ളൂ. പക്ഷെ സിനിമയിൽ എങ്ങനെയാണ്? ഒരു വെള്ള സാരിയെ കുടിപ്പിച്ച് മുടിയൊക്കെ നീട്ടി വളർത്തി 2 കോന്ത്രമ്പല്ലൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രേതത്തിനെ റെപ്രസെന്റ് ചെയ്യുക, ശരിയല്ലേ? സോ അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കാത്ത മാഗ്നറ്റിക് ഫീൽഡിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്, നമുക്ക് അതിനെപ്പറ്റി പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ അതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പ്യുവർലി ഇമാജിനറി ലൈൻസ് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്.
സെറ്റ്. കൃത്യമായിട്ട് കൺസെപ്റ്റ് മനസ്സിലായോ? എന്തെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് വരുന്നത് പഠിക്കുക എന്നതിനപ്പുറം ഒരിക്കലും മറക്കാത്ത രീതിയിൽ അതിന്റെ കോൺസെപ്റ്റ് നിങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കി എടുക്കണം മക്കളെ. സെറ്റ് അല്ലേ? ഇനി നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ പറ്റി കൃത്യമായിട്ട് വിശദമായി തന്നെ പഠിക്കേണ്ടതുണ്ട്. സോ പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. സോ ഇവിടെ നിങ്ങൾക്കൊരു മാഗ്നറ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കണം, അതിന് 2 പോൾ ഉണ്ടോ എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ലല്ലോ. സോ നോർത്ത് പോളും സൗത്ത് പോളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നു. ഇതൊരു ബാർ മാഗ്നറ്റ് ആണ്. സോ ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് ഒരു ബാർ മാഗ്നറ്റ് ആണ്. ആ ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ലേ? ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഒന്ന് സൂക്ഷിച്ച് നോക്കണേ, എല്ലാവരും നോക്കണേ. അതായത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ മാഗ്നറ്റിന് പുറത്ത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ഒന്ന് ശ്രദ്ധിച്ചേടാ. മാഗ്നറ്റിന് പുറത്ത് അത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടായിരിക്കും. കാര്യം മനസ്സിലായോ? മാഗ്നറ്റിന് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആണ്. ഇത് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക കേട്ടാ. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് പോൾ ടു സൗത്ത് പോൾ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. ഇനി അടുത്തത് ഇൻസൈഡ് ദ മാഗ്നറ്റ് എടുത്താലോ. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ അത് സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആയിരിക്കും. മാഗ്നറ്റിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ കൂടി എന്റെ മക്കൾ മനസ്സിലാക്കണം. അത് എവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും മക്കളെ? അത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ. സോ ഇൻസൈഡ് എന്ന് പറഞ്ഞു വെച്ചാൽ അത് സൗത്ത് ടു നോർത്ത് ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ 2 രീതിയിൽ നമുക്ക് പറയാൻ സാധിക്കും. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് ടു സൗത്ത് ആയിരിക്കും. ഇൻസൈഡ് ദ മാഗ്നറ്റ് ആണെങ്കിൽ സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആയിരിക്കും. കൃത്യമായിട്ട് മനസ്സിലാക്കുക, മനസ്സിനകത്ത് അങ്ങ് ഉറപ്പിച്ച് വെക്കുക. അടുത്തത് ഇറ്റ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അത് ഉറപ്പായും ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മളൊരു മാഗ്നറ്റ് എടുത്തു എന്ന് വിചാരിക്കുക. ദിസ് ഈസ് എ മാഗ്നറ്റ്, ദിസ് ഈസ് സൗത്ത് പോൾ ആൻഡ് ദിസ് വൺ ഈസ് നോർത്ത് പോൾ. ഓക്കെ, നമുക്കറിയാം അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റും സൗത്ത് ടു നോർത്ത് ഇൻസൈഡ് ദ മാഗ്നറ്റും ആണ്. സോ ഉറപ്പായും അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നില്ലേ? നോക്കടാ, അതൊരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഫോം ക്ലോസ്ഡ് ലൂപ്പ്. അടഞ്ഞൊരു ലൂപ്പ് അല്ലെ, വട്ടത്തിൽ ക്ലോസ്ഡ് ആയ ഒരു ലൂപ്പ് അവിടെ ഫോം ചെയ്യുന്നുണ്ട്. കാരണം ഔട്ട്സൈഡ് നോർത്ത് ടു സൗത്തും ഇൻസൈഡ് സൗത്ത് ടു നോർത്തും ആയതുകൊണ്ടാണ് അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യുന്നത് കേട്ടോ. അടുത്ത ടാൻജന്റ് ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ അറ്റ് എനി പോയിന്റ് ഗീവ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ്. എന്താണ് പറയുന്നത്? സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ലഭിക്കും എന്നാണ് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇതൊരു ബാർ മാഗ്നറ്റിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്കൊരു ടാൻജന്റ് വരയ്ക്കാം. ശ്രദ്ധിക്കണം മക്കളെ. സോ ഈ ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരച്ചു എന്ന് വിചാരിക്കുക. ഈ പോയിന്റിൽ ടാൻജന്റ് വരച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുക? നമുക്ക് ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ലഭിക്കുക. മറ്റൊരു പോയിന്റ് നിങ്ങൾക്ക് എടുക്കാം. മറ്റൊരു പോയിന്റ് ഞാൻ എടുത്തു. സോ ഈ ഒരു പോയിന്റിൽ ഞാനൊരു ടാൻജന്റ് വരച്ചാലോ എനിക്ക് ആ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കും എനിക്ക് ലഭിക്കുക. കാര്യം മനസ്സിലായോടാ? സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആ പെർട്ടിക്കുലർ പോയിന്റിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് ലഭിക്കും. ക്ലിയർ അല്ലേ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ 3rd പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. 4ാമത്തെ പോയിന്റ്, ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ്. സോ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം എങ്ങനെയായിരിക്കും? പാരലലും അതുപോലെ തന്നെ ഈക്വലി സ്പേസ്ഡും ആയിരിക്കും. പാരലലും അതുപോലെ തന്നെ ഈക്വലി സ്പേസ്ഡുമാണ്. എന്താണ് ഈ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ? നമ്മൾ സ്കൂളുകളിലൊക്കെ യൂണിഫോം ഇട്ടിട്ട് പോകുന്നതിന്റെ കാരണം എന്താണ്? അതായത് ടീച്ചർ നോക്കുമ്പോൾ പൈസയുള്ളവന്റെ കുട്ടിയും പാവപ്പെട്ടവന്റെ കുട്ടിയും ഒക്കെ ഒരുപോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലെ. ഇപ്പൊ കളർ ഡ്രസ് ആണെങ്കിലോ എന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് വിചാരിക്കുക, ഞാൻ മോശമായ വസ്ത്രമായിരിക്കും ഉണ്ടാവുക. നല്ല പൈസ ഉള്ള ഒരു കുട്ടിയാണെങ്കിൽ അവൻ നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും വരിക. റൈറ്റ്? അതായത് ഒരു കളർ ഡ്രസ് ഇടുന്ന ദിവസമാണെങ്കിൽ. പക്ഷെ യൂണിഫോം ഇട്ടിട്ട് പോകുമ്പോൾ എല്ലാവരും ഒരുപോലെ ആയിരിക്കും ഡ്രസ് ചെയ്തിട്ടുണ്ടാവുക. സോ ടീച്ചറുടെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കും. റൈറ്റ്? സോ അതാണ് യൂണിഫോം മീൻസ് ഈക്വൽ. എവരിവൺ ഈസ് ഈക്വൽ. റൈറ്റ്? അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം ധരിച്ചിട്ട് സ്കൂളിൽ പോകുന്നത്. സോ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഈക്വൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. അഥവാ അവിടെ ഈക്വൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം എന്തായിരിക്കും? പാരലലും ഈക്വലി സ്പേസ്ഡും ആയിരിക്കും. പാരലലും അതുപോലെ തന്നെ ഈക്വലി സ്പേസ്ഡും ആയിരിക്കും. മനസ്സിലാക്കുക, ഉറപ്പിച്ചു പഠിക്കുക. അടുത്ത, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും കൂട്ടിമുട്ടില്ല. ദേ നെവർ ഇന്റർസെക്ട്. കാരണം അവ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ആ ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വരും. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു തരട്ടെ, ശ്രദ്ധിക്കണം മക്കളെ. ഓക്കെ, ഇതൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണെന്ന് വിചാരിക്കാം. ഇത് മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ ആണെന്ന് വിചാരിക്കാം. രണ്ടും കൂടി കൂട്ടിമുട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ. സപ്പോസ് ഈ ഒരു പോയിന്റിൽ രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്തു എന്നിരിക്കട്ടെ.
എനിക്ക് ഈ പോയിന്റിൽ എത്ര ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കും നോക്കടാ. എനിക്കിവിടെ ആക്ച്വലി 2 ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കും, ശരിയല്ലേ? 2 ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കും. അഥവാ ഒരു പോയിന്റിൽ 2 ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വരും. അത് പോസിബിൾ ആണോ? അതൊരിക്കലും പോസിബിൾ അല്ല. ഒരു പോയിന്റിൽ ഒരു ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് മാത്രമേ വരത്തുള്ളൂ. 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടുകയാണെങ്കിൽ അവിടെ ഒരു പോയിന്റിൽ എനിക്ക് 2 ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കും. സോ ആ ഒരൊറ്റ പോയിന്റിൽ 2 ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വരും, വിച്ച് ഈസ് നോട്ട് പോസിബിൾ. അതൊരിക്കലും സാധ്യമല്ല, ഇതൊരിക്കലും സംഭവിക്കില്ല. അതിനാൽ തന്നെ 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? കൺസെപ്റ്റ് മനസ്സിലായില്ലടാ? റൈറ്റ്. ഇനി നമുക്ക് ഈ പോയിന്റുകൾ ഒരു ക്വിക്കായിട്ട് ഒരു തവണ കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ ആണ്. അത് നോർത്ത് ടു സൗത്ത് ഔട്ട്സൈഡ് ദ മാഗ്നറ്റും സൗത്ത് ടു നോർത്ത് ഇൻസൈഡ് ദ മാഗ്നറ്റുമാണ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും എന്ന പോയിന്റ് ആണ് നമുക്കറിയാം. കാരണം ഒന്ന് ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്ത് ടു സൗത്തും അടുത്ത സൗത്ത് ടു നോർത്തും ആകുമ്പോൾ ഉറപ്പായും അവിടെ ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യില്ലേ? ക്ലോസ്ഡ് ലൂപ്പ് ഫോം ചെയ്യും. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മളൊരു ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലഭിക്കും. അതാണ് നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്. സോറി, അതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ അല്ലെങ്കിൽ ഈക്വൽ മാഗ്നറ്റിക് ഫീൽഡ് ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലും ഈക്വലി സ്പേസ്ഡും ആയിരിക്കും. അടുത്ത അവസാനത്തെ പോയിന്റ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യില്ല, രണ്ടും ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. അങ്ങനെ കൂട്ടിമുട്ടുകയാണെങ്കിൽ ഒരു പോയിന്റിൽ തന്നെ നമുക്ക് 2 ടാൻജന്റ് വരയ്ക്കാൻ സാധിക്കും. സോ 2 ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് വരും. ദിസ് ഈസ് നോട്ട് പോസിബിൾ. ഇതൊരിക്കലും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് 2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കൂട്ടിമുട്ടില്ല എന്ന് നമ്മൾ പറയാനുള്ള കാരണം. സെറ്റ്, ഗംഭീരമായിട്ട് മനസ്സിലായില്ലേ? അടുത്ത നമ്മളൊരു എക്സ്പെരിമെന്റിലോട്ട് കിടക്കുകയാണ്. എന്താണ്? ഈസ്റ്റഡിന്റെ എക്സ്പെരിമെന്റ് ആണ്. സിമ്പിൾ ആയ ഒരു എക്സ്പെരിമെന്റ് ആണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഈ ഒരു സയന്റിസ്റ്റിനെയാണ് ഈസ്റ്റഡ് എന്ന് പറയുക. ഡാനിഷ് ഫിസിക്സ് ഹാൻസ് ക്രിസ്ത്യൻ ഈസ്റ്റഡ്. ഓക്കെ, അണ്ണൻ എന്താ പറയുന്നത്? ഈ ഒരു എക്സ്പെരിമെന്റ് മാത്രം ഒന്ന് സൂം ചെയ്ത് നോക്കുക. എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് കട്ടായി പോകുന്നു. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണം മക്കൾ, എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. എക്സ്പെരിമെന്റൽ സെറ്റപ്പ് മാത്രം മതി. ഇതിന്റെ കൺക്ലൂഷൻ ആണ് ഫർദർ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ബാറ്ററി ആണെന്ന് വിചാരിക്കുക. പോസിറ്റീവ് ടെർമിനൽ, നെഗറ്റീവ് ടെർമിനൽ. ഇതാ ഒരു സ്വിച്ച് ഉണ്ട്, നമുക്ക് സ്വിച്ച് ഓൺ ആക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇത് ഇനീഷ്യലി സ്വിച്ച് ഓഫ് കണ്ടീഷനിലാണ്. സോ ഇത് കണക്റ്റിംഗ് വയേഴ്സ് ആണ്. ഇതൊരു കണ്ടക്ടർ ആണെന്ന് വിചാരിക്കുക. കണ്ടക്ടർ. ഓക്കെ, താഴെയുള്ളത് ഒരു മാഗ്നറ്റിക് നീഡിലാണ്. കാണാൻ പറ്റുന്നില്ല? മാഗ്നറ്റിക് നീഡിൽ സൗത്ത് നോർത്ത് പോളൊക്കെ കാണുന്ന ഒരു മാഗ്നറ്റിക് നീഡിലാണ്. സോ ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിൽ നമ്മളൊരു സർക്യൂട്ടാണ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു ബാറ്ററി ഉണ്ട്, ഒരു കണ്ടക്ടർ ഉണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ, സ്വിച്ച് ഇവിടെ എങ്ങനെയാണ്? ഓഫ് പൊസിഷനിലാണ്. സോ സ്വിച്ച് ഓഫ് ആയിരിക്കുന്ന സാഹചര്യത്തിൽ ആ മാഗ്നറ്റിക് നീഡിലിന്റെ പൊസിഷൻ ഒരു മാറ്റവും ഇല്ല. മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെയാണ് അത് നിലനിൽക്കുന്നത്. അതിന്റെ പൊസിഷനകത്ത് യാതൊരുവിധ മാറ്റവുമില്ല. പക്ഷെ ഇനി കളി മാറാൻ പോവുകയാണ്. ഇവിടെ സ്വിച്ച് ഓൺ കണ്ടീഷനാണ്. ശ്രദ്ധിക്കണം മക്കളെ, സ്വിച്ച് ഓൺ കണ്ടീഷനിലാണ്. സ്വിച്ച് ഓൺ കണ്ടീഷനിൽ ഈ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യുന്നു? അത് ഡിഫ്ലക്ട് ചെയ്യുന്നു. മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യുന്നു? അത് ഡിഫ്ലക്ട് ചെയ്യുന്നു. ഹൗ ഈസ് ഇറ്റ് പോസിബിൾ? അതെങ്ങനെയാണ് സാധ്യമാവുന്നത്? കാരണം ഒരു മാഗ്നറ്റിക് നീഡിലിന്റെ മുകളിൽ ഒരു സർക്യൂട്ട് ബിൽഡ് ചെയ്തിട്ട് അതിലൂടെ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഈ മാഗ്നറ്റിക് നീഡിൽ എങ്ങനെയാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്? നമുക്ക് അതിലോട്ട് കിടക്കാം. ഈസിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യണമെങ്കിൽ അവിടെ ഉറപ്പായും ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലെ ഇൻഫ്ലുവൻസിൽ മാത്രമേ അത് സാധ്യമാവത്തുള്ളൂ. ശരിയല്ലേ? ഒരു മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യാൻ ഉറപ്പായും അവിടെ ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് വേണം. സോ ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സാഹചര്യത്തിലാണ് മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. സോ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ആവുന്നു. ശരിയല്ലേ? കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ആവുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് താഴെ പ്ലേസ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത്. കാര്യം മനസ്സിലായോ? ഒരു തവണ കൂടി അണ്ണൻ ആവർത്തിക്കാം, മനസ്സിരുത്തി കേൾക്കുക. ആദ്യത്തെ സാഹചര്യത്തിൽ സ്വിച്ച് ഓഫ് പൊസിഷനിലാണ്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നില്ല. അപ്പോൾ മാഗ്നറ്റിക് നീഡിലിന് ഒരു മാറ്റവുമില്ല. അതിന്റെ സ്ഥാനത്തിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ഉണ്ട്. എന്നാൽ സെക്കൻഡ് കേസിൽ എങ്ങനെയാണ്? സ്വിച്ച് ഓൺ പൊസിഷനിലാണ്, കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. അങ്ങനെ കറണ്ട് ഒഴുകുന്ന സാഹചര്യത്തിൽ താഴെയുള്ള മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നു.
അപ്പൊ എന്ത് മനസ്സിലാക്കാം? ഒരു മാഗ്നറ്റിക് നീഡിലിനെ ഡിഫ്ലക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡിന്റെ പ്രസൻസിൽ മാത്രമേ നടക്കത്തുള്ളൂ. സോ ഈ പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് ഈ എക്സ്പെരിമെന്റിലൂടെ സയന്റിസ്റ്റിന് മനസ്സിലായി. ശരിയല്ലേ? ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ നോക്കടാ, ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിലാണ് താഴെ വെച്ചിരിക്കുന്ന മാഗ്നറ്റിക് നീഡിൽ ഡിഫ്ലക്ട് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഫൈൻ. സോ ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ചുറ്റും എന്ത് ബിൽഡ് ആവുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഇതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. ഫൈൻ. സോ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണെങ്കിൽ ഇതിന് ചുറ്റും എന്ത് ബിൽഡ് ആവുന്നു? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നതാണ് ഈ ഒരു എക്സ്പെരിമെന്റിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സെറ്റ്. കൃത്യമായിട്ട് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് ഇവിടെ കൃത്യമായിട്ട് വിശദമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇതൊരു കണ്ടക്ടറാണ്, അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. സോ അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫൈൻ. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫൈൻ. കൃത്യമായിട്ട് മനസ്സിലായില്ലടാ. ഓക്കെ. അപ്പൊ XY എന്ന് പറയുന്നത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. സോ അതിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അത് കോൺസെൻട്രിക് സർക്കുലർ ഷേപ്പിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവുക. ഫൈൻ. കൃത്യമായി തന്നെ മനസ്സിലായില്ലേ? സോ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സർക്കുലർ ഷേപ്പിലായിരിക്കും. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പഠിച്ചു വെച്ചോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അത് സാധൂകരിക്കുന്ന എക്സ്പെരിമെന്റ് ആണ് ഇവിടെ നമ്മൾ പഠിച്ചെടുത്തത്. ഫൈൻ. സോ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും ഉറപ്പായും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് കണ്ടുപിടിച്ചാലോ? അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. സോ എന്താണ് മക്കളെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറഞ്ഞാൽ? It is a rule which helps to find the direction of magnetic field around a current carrying conductor. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന നിയമമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത്. എല്ലാവരും വലത് കൈ അങ്ങ് ഉയർത്തിപ്പിടിച്ചേടാ. അതിന്റെ ഉള്ളിൽ ഒരു പെന്നു കൂടി വെച്ചേടാ. റൈറ്റ്. ഞാൻ വെച്ച പോലെ ഒന്ന് പ്ലേസ് ചെയ്യുക. സോ ഈ പറയുന്ന തള്ളവിരൽ തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറന്റ്. ഇപ്പൊ കറണ്ട് മുകളിലോട്ടാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഈ നമ്മുടെ ഈ കേർവ്ഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് നൽകുക. സോ കറണ്ട് മുകളിലോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. കറണ്ട് താഴോട്ടാണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ്. കാര്യം മനസ്സിലായോടാ? കാരണം തള്ളവിരൽ അഥവാ തമ്പ് എന്തിനെ സൂചിപ്പിക്കുന്നു? കറണ്ടിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുന്നു. ചുറ്റുമുള്ള ഈ കേർവ്ഡ് ഫിംഗേഴ്സ് ആണ് എന്തിനെ സൂചിപ്പിക്കുക? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക. നേരെ താഴോട്ടാണെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും, മുകളിലോട്ടാണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിനകത്ത് പറയുന്ന ഏറ്റവും നിസ്സാരമായ റൂളാണ്. മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക. സോ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് റൂൾ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് നിങ്ങൾക്ക് പറയാം. ഫൈൻ. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലായില്ലേ? ഒരു സംശയം ഇല്ലാലോടാ. ഓക്കെ. അടുത്തത് സോളിനോയിഡ് എന്ന് പറയുന്ന ഒരു കുഞ്ഞു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവെ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് അല്ല പൊതുവെ യൂസ് ചെയ്യാറ്. ഈ സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നതിന് പകരം നമ്മൾ ഇതുപോലെ ഹെലിക്സ് ഷേപ്പിൽ ചുറ്റി വെച്ചിരിക്കുന്ന വയേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇതിനെയാണ് എന്ത് പറയുക? സോളിനോയിഡ് എന്ന് പറയുക. ഫൈൻ. നമ്മൾ സ്ട്രെയിറ്റ് കണ്ടക്ടേഴ്സ് അല്ല പൊതുവെ യൂസ് ചെയ്യാറുള്ളത്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഹെലിക്സ് ഷേപ്പിൽ ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടക്ടേഴ്സ് ആണ് യൂസ് ചെയ്യാറുള്ളത്. അതിനെ വിളിക്കുന്ന പേരാണ് സോളിനോയിഡ് എന്നാണ് പറയുക. Okay, a solenoid is an insulated wire wound in the shape of a helix. Such coiled conductors are used to make magnetic effect of electricity. നമ്മൾ മെയിൻലി മാഗ്നറ്റിക് എഫക്ട് ഓഫ് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ ചുറ്റി വെച്ചിരിക്കുന്ന ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റി വെച്ചിരിക്കുന്ന കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിക്കാറുള്ളത്. അതിനെയാണ് എന്ത് പറയുക? സോളിനോയിഡ് എന്ന് പറയുക. ഫൈൻ. ഓക്കെ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, അതായത് ഈ സോളിനോയിഡിലൂടെ നമ്മൾ കറണ്ട് കൊടുക്കുമ്പോൾ അതെന്തായിട്ടും ആക്ട് ചെയ്യും? അതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഫൈൻ. ശ്രദ്ധിക്കണം. ഇതൊരു സോളിനോയിഡ് ആയിരിക്കാം. ആ സോളിനോയിഡിനെ ഞാനൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ അതിലൂടെ എന്ത് ഫ്ലോ ചെയ്യും? അതിലൂടെ ഉറപ്പായും കറണ്ട് ഫ്ലോ ഉണ്ടാവും. സോ അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. സോ കറണ്ട് ഒഴുകി കഴിഞ്ഞു വെച്ചാൽ ഇതിന് ചുറ്റും എന്ത് ബിൽഡ് ആവും? ഇതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ആവില്ല. ഉറപ്പായും ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്താവും? ബിൽഡ് ആയിരിക്കും. ഫൈൻ. ഇതിന് ചുറ്റും ഈ സോളിനോയിഡിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ആവും.
സോ മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിന് ചുറ്റും ഉണ്ടാവുമ്പോൾ ഈ സോളിനോയിഡ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? അതൊരു മാഗ്നറ്റ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുക, കാരണം ഒരു മാഗ്നറ്റിന് ചുറ്റുമല്ലേ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുക. സോ ഈ പറയുന്ന സോളിനോയിഡിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇതൊരു മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ആ മാഗ്നറ്റിന് ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവില്ലേ? തീർച്ചയായും. ഒരു മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് അതിന് 2 പോൾസ് ഉള്ളത്. സോ ഈ പറയുന്ന സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ അതിന് ഉറപ്പായും ഒരു നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അതെങ്ങനെയാണ് ഉണ്ടാവുക, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് എന്ന കാര്യമാണ് നമ്മൾ വിശദമായി തന്നെ പഠിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് സോളിനോയിഡിന്റെ ഒരു ഫേസ് ആണെന്ന് വിചാരിക്കുക. ലൈക്ക് അത് ഇങ്ങനെയാണ് ചുറ്റി 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 വെച്ചിരിക്കുന്നത് വിചാരിക്കാം. ഫൈൻ. സോ അതിൻ്റെതാ ഈ പറയുന്ന ഒരു ഫേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്ത, ഈ ഒരു ഫേസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫേസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫൈൻ. അതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഓക്കെ. സോ ഏത് ഫേസ് ആണ് നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുക, ഏത് ഫേസ് ആണ് സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുക എന്ന കാര്യമാണ് പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. എന്റെ അമ്മായി, എന്റെ ആന്റി ഉള്ളത് അങ്ങ് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. എനിക്കൊരു അമ്മായി ഉണ്ട്, എന്റെ അമ്മായി ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. മറക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുവാണ്, എന്റെ അമ്മായി എവിടെയാണ്? നോർത്ത് ഇന്ത്യയിലാണുള്ളതെന്ന് വിചാരിക്കുക. സോ എന്റെ ആന്റി ഇൻ ദ നോർത്ത് ഇന്ത്യ. ഫൈൻ. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് എന്തായിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ബിഹേവ് ആസ് എ നോർത്ത് പോൾ. സോ സോളിനോയിഡിന്റെ ഏത് ഫേസിലാണോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ഫേസ് എന്തായിട്ട് ആക്ട് ചെയ്യും? നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. കാര്യം കൃത്യമായിട്ട് മനസ്സിലായോ? സോ എന്റെ അമ്മായി നോർത്ത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കാം. സോ ആന്റി നോർത്ത് ഇന്ത്യ. അപ്പൊ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുകയാണെങ്കിൽ ആ സോളിനോയിഡിന്റെ ഫേസ് എന്ത് ഫേസ് ആയിട്ട് ആക്ട് ചെയ്യും? ഇറ്റ് ബിഹേവ് ആസ് എ നോർത്ത് പോൾ. അടുത്ത ഓപ്പോസിറ്റ് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ ഇറ്റ് ബിഹേവ് ആസ് എ സൗത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഫൈൻ. എന്റെ മെസ്സോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന സോളിനോയിഡിന്റെ ഫേസ് എന്തായിട്ടാണ് ആക്ട് ചെയ്യുക? യെസ്, നോർത്ത് പോൾ ആയിട്ടും. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറണ്ട് ഒഴുകുന്ന സോളിനോയിഡിന്റെ ഫേസ് എന്തായിട്ട് ആക്ട് ചെയ്യും? സൗത്ത് പോൾ ആയിട്ടുമാണ് ആക്ട് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോ, കൺസെപ്റ്റ് മനസ്സിലാക്കി വെച്ചോ, ഒരിക്കലും മറക്കാത്ത പോലെ. സെറ്റ് അല്ലേ? മുന്നോട്ട് പോകാം. സോ ഗൈസ്, വി ആർ മൂവിംഗ് ഫോർവേഡ്. അടുത്തതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ കറന്റ് ക്യാരിയിങ് സോളിനോയിഡ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു സോളിനോയിഡിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഒരു ബാറ്ററി ഉപയോഗിച്ച് നമ്മൾ ഈ പറയുന്ന സോളിനോയിഡിലോട്ട് കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നു. സോ അതിന് ചുറ്റും ബിൽഡ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതിന് ചുറ്റും ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. സോ മക്കളെ, ഇതിൽ ഏതായിരിക്കും നോർത്ത് പോൾ, ഏതായിരിക്കും സൗത്ത് പോൾ എന്ന് ആലോചിച്ച് നോക്കണം. ഔട്ട്സൈഡ് ദ മാഗ്നറ്റ് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ് കറണ്ട് ഫ്ലോ ചെയ്യുക. സോ ഇത് ഉറപ്പായും നോർത്ത് പോളും ഇത് ഉറപ്പായും സൗത്ത് പോളും ആയിരിക്കും. ശരിയല്ലേ? ശരിയാണ്. കാരണം നോക്കടാ, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ ഡയറക്ഷൻ നോക്കടാ, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ പോകുന്നു. നോക്കിക്ക്, ഇവിടെ പുറത്തോട്ടല്ല, ഔട്ട്വേർഡ് ഡയറക്ഷനിലാണ് കാണിച്ചിരിക്കുന്നത്. സോ ഇത് നോർത്തും ഇത് സൗത്തും ആയിരിക്കും. ഇൻസൈഡ് ദ മാഗ്നറ്റ് സൗത്ത് ടു നോർത്ത്. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇതാണ് ഒരു സോളിനോയിഡ്. ഇങ്ങനെയാണ് ഒരു സോളിനോയിഡ് ഒരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യുക. ഫൈൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ നോർത്ത് പോൾ ആയിട്ട് ആക്ട് ചെയ്യുമ്പോൾ അവിടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ ഫേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുക. സൗത്ത് പോൾ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും ഈ ഒരു ഫേസിൽ കറണ്ട് ഫ്ലോ ചെയ്യുക. സെറ്റ്. അന്തസ്സായിട്ട് ക്ലിഞ്ചറായിട്ട് മനസ്സിലായില്ലേ? മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഗൈസ്, മൂവിംഗ് ഫോർവേഡ്. ഇവിടെ പറഞ്ഞ കാര്യം തന്നെയാണ്, വേറെ ഒന്നുമില്ല. അടുത്തത് ഇലക്ട്രോ മാഗ്നറ്റ്. അതായത് ഇതൊരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ മാഗ്നറ്റിസം ഫിക്സ്ഡ് ആയിരിക്കും. ഒരിക്കലും നമുക്ക് അതിന്റെ മാഗ്നറ്റിസം ഓൾട്ടർ ചെയ്യാൻ സാധിക്കില്ല. അതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ അത് ഫിക്സ്ഡ് ആണ്. അതായത് ഇത് നോർത്ത് പോൾ ആണെങ്കിൽ അത് എപ്പോഴും നോർത്ത് പോൾ ആയിരിക്കും, ഇത് സൗത്ത് പോൾ ആണെങ്കിൽ എപ്പോഴും സൗത്ത് പോൾ ആയിരിക്കും. നമുക്കൊരിക്കലും അത് മാറ്റാൻ വേണ്ടി സാധിക്കുകയില്ല. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇലക്ട്രിസിറ്റി കൊടുക്കുമ്പോൾ മാത്രം മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടുന്ന മെറ്റീരിയൽസിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുക. സോ ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. ഇതൊരു ഇലക്ട്രോ മാഗ്നറ്റ് ആണ്. അഥവാ നമ്മൾ എപ്പോഴാണോ അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യിപ്പിക്കുന്നത് ആ സിറ്റുവേഷനിൽ മാത്രമേ അതെന്തായിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ? അതൊരു മാഗ്നറ്റ് ആയിട്ട് ബിഹേവ് ചെയ്യത്തുള്ളൂ. കാര്യം മനസ്സിലായോ? അവിടെ കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ബാർ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് മാഗ്നറ്റ് ആണ്. അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എപ്പോഴും ഉണ്ടാവും, ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. നമുക്കതിന് ആവശ്യമുള്ള സമയത്ത് മാഗ്നറ്റ് ആക്കി മാറ്റാം, അല്ലാത്ത സമയത്ത് സാധാരണ ഒരു കോയിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. ഫൈൻ. സോ എപ്പോഴാണോ അതിലൂടെ കറണ്ട് ഒഴുകുന്നത് ആ സിറ്റുവേഷനിൽ മാത്രമാണ് അത് എന്തായിട്ട് ബിഹേവ് ചെയ്യുന്നത്? ഇറ്റ് ബിഹേവ് ആസ് എ മാഗ്നറ്റ്. സോ അത്തരം മാഗ്നറ്റുകളെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുക. ഇലക്ട്രോ മാഗ്നറ്റിന് കുറച്ച് അഡ്വാൻറ്റേജുകൾ ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നമുക്ക് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും.
അതിന്റെ മാഗ്നറ്റിസം നമുക്ക് ഇൻക്രീസ് ചെയ്യാനും ഡിക്രീസ് ചെയ്യാനും ഒക്കെ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ? സോ ഇതിലൂടെയുള്ള കറണ്ടിന്റെ അളവ് കൂട്ടുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഇവിടെയുള്ള സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടുമ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൂടിക്കൊണ്ടിരിക്കും. മാഗ്നറ്റിക് സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ സാധിക്കും. സോ 2 വഴികളിലൂടെ നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ അതിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ എമൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാം. രണ്ടാമത്തെ സോളിനോയിഡിന്റെ നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാൻ സാധിക്കും. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? പിന്നെ അകത്ത് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് സോഫ്റ്റ് അയൺ കോർ ആണ് അകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഫൈൻ. ഈ മെറ്റീരിയൽ എന്താണ്? ഒരു സോഫ്റ്റ് അയൺ കോർ ആണ് നമ്മൾ അതിനകത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സോ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് സപ്ലൈ ചെയ്തിട്ട് ഒരു മെറ്റീരിയലിനെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ അത്തരം മാഗ്നറ്റുകളെ വിളിക്കുന്ന പേര് ഇലക്ട്രോ മാഗ്നറ്റ് എന്നാണ്. കറണ്ട് സപ്ലൈ നമ്മൾ എപ്പോഴാണോ കട്ട് ചെയ്യുന്നത് അപ്പോൾ അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നഷ്ടപ്പെട്ടു പോകും. അതുപോലെ തന്നെ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞു വെച്ചാൽ എയ്തർ അതിലൂടെ ഒഴുകുന്ന കറണ്ട് കൂട്ടാം അല്ലെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് കൂട്ടാം. അതുപോലെ തന്നെ അകത്തൊരു സോഫ്റ്റ് അയൺ കോർ പോലുള്ള മെറ്റീരിയൽസ് നമുക്ക് അതിനകത്ത് പ്ലേസ് ചെയ്യാം. ഫൈൻ. ഓക്കെ, അടുത്ത കാര്യം പറഞ്ഞുതരാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്കിതിന്റെ പൊളാരിറ്റി ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അഥവാ നമുക്കറിയാം, ഒരു ബാർ മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞു വെച്ചാൽ അതിന്റെ നോർത്ത് പോളും സൗത്ത് പോളും ഫിക്സ്ഡ് ആയിരിക്കും, മാറ്റാൻ പറ്റില്ല. പക്ഷെ ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആണെങ്കിൽ അതിന്റെ പൊളാരിറ്റി നമുക്ക് മാറ്റാൻ സാധിക്കും. ഹൗ? അതെങ്ങനെയാണ് പൊളാരിറ്റി മാറ്റാന്നല്ലേ? സോ അതിന് നമ്മൾ ചെയ്യേണ്ട പരിപാടി ഡയറക്ഷൻ ഓഫ് കറണ്ട് മാറ്റിയാൽ മതി. കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി മാറ്റാൻ സാധിക്കും. If we change the direction of current through a magnet or solenoid, we can change the polarity of the magnet. കാര്യം മനസ്സിലായില്ലേ? സോ ഈ പറയുന്ന സോളിനോയിഡിലൂടെയുള്ള കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിക്കഴിഞ്ഞു വെച്ചാൽ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ഇലക്ട്രോ മാഗ്നറ്റിന്റെ പൊളാരിറ്റി മാറ്റാം. നോർത്ത് പോളും സൗത്ത് പോളും നമുക്ക് മാറ്റാൻ വേണ്ടി സാധിക്കും. ഫൈൻ. അതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കൃത്യമായിട്ട് കാര്യം മനസ്സിലായി, അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഇനി ഒരിക്കലും നിങ്ങൾ ആരും മറന്നു പോകരുത് കേട്ടോ. ഫൈൻ. അടുത്ത ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് മോട്ടോർ പ്രിൻസിപ്പിളും മോട്ടറും ഒക്കെ വർക്ക് ചെയ്യുന്നത്. ഞാൻ കാര്യം പറഞ്ഞുതരാം. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് പോൾ സൗത്ത് പോൾ എന്ന് വിചാരിക്കാം. ഇവിടെ ഞാനൊരു കണ്ടക്ടർ പ്ലേസ് ചെയ്തു. ആ കണ്ടക്ടറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലൂടെ എന്ത് ഒഴുകുന്നുണ്ട്? അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. സോ ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ് ഞാൻ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടറിനെയാണ് ഞാൻ എവിടെ കൊണ്ടുപോയി പ്ലേസ് ചെയ്തിരിക്കുന്നത്? ഞാനൊരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്ത് വിചാരിക്കുക. അഥവാ ഈ നോർത്ത് പോളിനും സൗത്ത് പോളിനും ഇടയിൽ ഉറപ്പായും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ്. നോർത്ത് ടു സൗത്ത് എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഞാൻ എന്ത് പ്ലേസ് ചെയ്തു? ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ എടുത്ത് പ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫൈൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഉറപ്പായും ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഓൾറെഡി ഇവിടെയും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. സോ ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഇതിനകത്ത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസിൽ ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനകത്ത് എന്ത് എക്സ്പീരിയൻസ് ചെയ്യും? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ആ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന റൂളാണ് ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂൾ, അല്ല ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. എന്തിന്റെ ഡയറക്ഷൻ? ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലേ? ഫോഴ്സ് ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്, കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് റൂൾ ആണ്. ഇവിടെ പറയുന്നത് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ അതിനുവേണ്ടി നമ്മളെ സഹായിക്കുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മുടെ ഇടത് കൈ കൊണ്ട് ഒരുത്തന്റെ കവിളത്ത് ഒറ്റ അടി കൊടുത്തു വിചാരിക്കാം. അപ്പൊ ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്ത് ഇടത് കൈ കൊണ്ടാണ്. ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഒറ്റ അടി കൊടുത്തു വിചാരിക്കാം. റൈറ്റ് ഹാൻഡ് അല്ല, ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ഒരുത്തന്റെ കവിളത്ത് ഒറ്റ അടി കൊടുത്തു വിചാരിക്കാം. സോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണെന്ന് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെച്ചാൽ മതി. പിന്നെ മറക്കൂല. ഞാൻ ഒരു തവണ ഇടത് കൈ വെച്ച് അടിക്കുന്നു ആലോചിച്ചാൽ മതി. പിന്നെ ഒരിക്കലും ഫോഴ്സിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണെന്ന് കൺഫ്യൂഷൻ വരില്ല. ഇടത് കൈ കൊണ്ടാണ് അടിക്കുന്നത്. സോ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ടാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുക. ഈസിയാണ്. ഇടത് കൈ ഒന്ന് ഉയർത്തിപ്പിടിക്കുക. 3 വിരലുകളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെക്കുക. ഇവിടെ 3 ഫിംഗേഴ്സും ഓരോന്നിനെയാണ് സൂചിപ്പിക്കുന്നത്. തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. തമ്പാണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക. 4 ഫിംഗർ ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക. മിഡിൽ ഫിംഗർ ആണ് കറണ്ടിന്റെ ഡയറക്ഷൻ സൂചിപ്പിക്കുക. കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കോ. തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, 4 ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഫാദർ, മദർ, ചൈൽഡ്. ഫാദർ ഫോഴ്സ്, മദർ മാഗ്നറ്റിക് ഫീൽഡ്, ചൈൽഡ് കറണ്ട്. കാര്യം മനസ്സിലായില്ലേ? ഫാദർ, മദർ, ചൈൽഡ്. ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ്, കറണ്ട്. ഇത്രയേ ഉള്ളൂ. സോ ടേക്ക് യുവർ ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് കീപ് യുവർ
Thumb, forefinger and middle finger mutually perpendicular. Thumb represents direction of force. Forefinger represents direction of magnetic field. And middle finger represents direction of current. That's it. ഇതാണ് ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ പറയുന്നത്. ഇത് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു വെച്ചാൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂൾ യൂസ് ചെയ്യുക. കൃത്യമായിട്ട് മനസ്സിലങ്ങ് ഉറപ്പിച്ച് വെക്കുക. ഫൈൻ. അടുത്തത് നമ്മുടെ ചാപ്റ്റർ ഓൾമോസ്റ്റ് തീരാറായിരിക്കുന്നു. അടുത്തത് ഡൊമസ്റ്റിക് ഇലക്ട്രിക് സർക്യൂട്ട്സും പവർ സപ്ലൈയുമാണ് കൃത്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ നമുക്കറിയാം നമ്മുടെ ഇടുക്കിയിലും അല്ലെങ്കിൽ ഈ പറയുന്ന കഞ്ചിക്കോടും ഒക്കെ ഉണ്ടാക്കുന്ന കറണ്ടൊക്കെ നമ്മുടെ വീടുകളിലോട്ടൊക്കെ എത്തുന്നുണ്ട് അല്ലെ. നമുക്കൊരു വിൻഡ് മില്ലാണ്, ലൈക്ക് ഒരു വിൻഡ് മില്ലിൽ നിന്ന് നമ്മൾ കറണ്ട് ഉണ്ടാക്കിയിട്ട് ആ കറണ്ട് നമ്മുടെ വീട്ടിലോട്ട് എത്തുന്ന ആ ഒരു സിസ്റ്റമാണ് ഇവിടെ പിക്ചോറിക്കലി റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. നോക്കിക്കടാ, ഇതാണ് നമ്മുടെ പവർ സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് നമ്മൾ ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്നത്. അത് ആദ്യം തന്നെ ഒരു ട്രാൻസ്ഫോമറിലൂടെ ട്രാൻസ്മിഷൻ ലൈൻസിലൂടെ നമ്മുടെ വീട്ടിനടുത്തുള്ള ട്രാൻസ്ഫോമറിലോട്ട് കൊണ്ടുവരുന്നു. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ട് വരുന്നു? നമ്മുടെ വീടുകളിലോട്ട് വരുന്നു. ഇതാണ് പരിപാടി. എല്ലാവരും മനസ്സിലാക്കുക. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മുടെ പവർ സ്റ്റേഷൻ ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 കിലോ വോൾട്ട് ആണ്, അഥവാ 11,000 വോൾട്ട് ആണ് നമ്മുടെ പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത്. അതെല്ലാവരുടെയും മനസ്സിനകത്ത് വേണം. ഫൈൻ, ഓക്കെ. സോ ഈ പറയുന്ന ഹൈ വോൾട്ടേജ് നമ്മുടെ വീടുകളിലോട്ടൊക്കെ എത്തിക്കണം. ലൈക്ക് അതായത് ഇത്രയും ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പൊ ഇത്രയും ദൂരം ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇടുക്കിയിലും മൂലമറ്റത്തും ഉണ്ടാക്കുന്ന കറണ്ട് നമ്മുടെ കോഴിക്കോടും പാലക്കാടും ഒക്കെ എത്തുന്ന സമയത്ത് ഉറപ്പായും എനർജി ലോസ് സംഭവിക്കില്ലേ? എനർജി ലോസ് സംഭവിക്കാം. കാരണം കണ്ടക്ടിങ് വയേഴ്സിലൂടെ കേബിൾസിലൂടെയാണ് കടത്തിവിടുന്നത്. ഉറപ്പായും ഹീറ്റിന്റെ രൂപത്തിലൊക്കെ എനർജി ലോസ് സംഭവിക്കാം. സോ അത് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി, എനർജി ലോസ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ എന്ത് യൂസ് ചെയ്യുന്നു? നമ്മളൊരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ, സിലബസ് പ്രകാരം നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിലും അറിഞ്ഞു വെച്ചോ, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണ്. എന്താണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ? സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലോട്ട്. ദാറ്റ്സ് ഇറ്റ്, സ്റ്റെപ്പ് അപ്പ്. സോ ആ വോൾട്ടേജിനെ മാക്സിമം കൂട്ടുന്നു. എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ പർപ്പസ്? എന്താണ്? ആ വോൾട്ടേജിനെ മാക്സിമം കൂട്ടിയിട്ടാണ് എന്ത് ചെയ്യുക? ട്രാൻസ്മിറ്റ് ചെയ്യുക. സോ പവർ സ്റ്റേഷനിൽ ഉണ്ടാക്കുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 11 കിലോ വോൾട്ട് അഥവാ 11,000 വോൾട്ട് ആണ്. സോ അതിനെ ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിലോട്ടാണ് നമ്മൾ കടത്തിവിടുന്നത്. സോ വോൾട്ടേജിനെ എഗെയിൻ അത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. എന്നിട്ടാണ് ട്രാൻസ്മിഷൻ കേബിൾസിലൂടെ കടത്തിവിടുന്നത്. ഈ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിനടുത്തുള്ള ട്രാൻസ്ഫോമർ. ഈ ട്രാൻസ്ഫോമർ എന്താണ്? വീട്ടിനടുത്തുള്ള ട്രാൻസ്ഫോമർ ആണ്. നിങ്ങൾ വീടിനടുത്തൊക്കെ ട്രാൻസ്ഫോമർ കണ്ടിട്ടില്ലേ? ആ ട്രാൻസ്ഫോമർ ആണിത്. ഈ ട്രാൻസ്ഫോമറിന്റെ പേര് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നാണ്. നിങ്ങളുടെ സിലബസ് പ്രകാരം ചിലപ്പോൾ പഠിക്കാനുണ്ടാവില്ല, എങ്കിലും കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോ. ഫിസിക്സ് പഠിക്കുമ്പോൾ അതിന് ആധാരത്തിലുള്ള, ദാറ്റ് മീൻസ് അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചാൽ ഒരിക്കലും മറന്നു പോകില്ല. സോ വീട്ടിനടുത്ത് കാണുന്ന ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ്. ആ ട്രാൻസ്ഫോമറിന്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ വോൾട്ടേജിനെ കുറയ്ക്കുക. വോൾട്ടേജിനെ കുറയ്ക്കാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുക. സോ വോൾട്ടേജിനെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമർ എന്ന് പറയുക സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുക. സോ വരുന്ന വോൾട്ടേജിനെ പരമാവധി കുറയ്ക്കുന്നു. നമ്മുടെ വീടുകളിലോട്ട് എത്ര വോൾട്ടേജ് ആവശ്യമുള്ളൂ? 220 വോൾട്ട് ആണ് നമ്മുടെ വീടുകളിലോട്ട് വരുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത്. ഫൈൻ. സോ 11 കിലോ വോൾട്ടിനെ എഗെയിൻ കൂട്ടിയിട്ടാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. കാരണം പവർ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ വീടുകളിലോടുള്ള ട്രാൻസ്ഫോമറിൽ എത്തുമ്പോൾ അതിനെ എഗെയിൻ കുറയ്ക്കുന്നു. അതിനുവേണ്ടി സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് വീട്ടിലോട്ട് വരുന്ന വോൾട്ടേജ് എത്രയായിരിക്കും? 220 വോൾട്ട് ആണ് നമ്മുടെ ഹൗസ് ഹോൾഡ് സപ്ലൈ എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കി വെക്കുക. ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? അന്തസ്സായിട്ട് മനസ്സിലായില്ലേ? ഫൈൻ. ഇനി ഇത് നിങ്ങൾക്ക് ഹൗസ് ഹോൾഡ് സപ്ലൈ ആണ് കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിന്റെ പേരുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ആദ്യം ഇലക്ട്രിസിറ്റി ബോർഡ് അല്ലെങ്കിൽ മെയിൻ ഫ്യൂസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത ഇലക്ട്രിസിറ്റി മീറ്റർ. ഇലക്ട്രിസിറ്റി മീറ്ററിന് പറയുന്ന പേര് കിലോ വാട്ട് അവർ മീറ്റർ എന്നാണ്. ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ മറ്റൊരു പേരാണ് കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറയും. അതായത് നിങ്ങൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ കറണ്ട് ബില്ലൊക്കെ തരാൻ വേണ്ടിയിട്ട് KSEB എന്നൊക്കെ ആള് വരില്ലേ, അവർ നമ്മുടെ വീട്ടിന് മുന്നിലുള്ള ഒരു മീറ്റർ നോക്കിയിട്ടാണ് നമുക്ക് 1 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ കറണ്ട് ബില്ല് അവർ തരുന്നത്. സോ ആ നോക്കുന്ന മീറ്ററിനെയാണ് കിലോ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മീറ്റർ എന്ന് പറയുക. സോ അതായത് നമ്മുടെ വീട്ടിൽ 1 മാസം അല്ലെങ്കിൽ 2 മാസം എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തിട്ടുണ്ട് എന്ന് തിരിച്ചറിയാൻ വേണ്ടി എന്ന് മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് കിലോ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മീറ്റർ എന്ന് പറയും. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു measure the amount of electrical energy consumed. ഫൈൻ, കാര്യം മനസ്സിലായില്ലേ? അതാണ് കിലോ വാട്ട് അവർ മീറ്റർ അല്ലെങ്കിൽ സിംപ്ലി ഇലക്ട്രിസിറ്റി മീറ്റർ എന്ന് പറയുക. അതിനുശേഷമുള്ള എന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ബോക്സ്, മെയിൻ സ്വിച്ചും ഫ്യൂസും ഒക്കെയാണ് പിന്നെ അങ്ങോട്ട് കാണാൻ സാധിക്കുന്നത്. പിന്നെ അങ്ങോട്ടാണ് നമ്മുടെ എന്തെന്ന് പറയുക, നമ്മുടെ ഈ പറഞ്ഞ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസിലോട്ടുള്ള പവർ സപ്ലൈ പോകുന്നത്. ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, TV എല്ലാത്തിലോട്ടുള്ള സപ്ലൈ പോകുന്നത്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ട് ആണെന്ന് കാണാൻ സാധിക്കും. ശരിയല്ലേ? 220 വോൾട്ട് ആണ് ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ അതുപോലെ തന്നെ മറ്റേ കുറച്ച് കാര്യങ്ങൾ കൂടി തിരിച്ചറിയുക.
ഈ ചുവന്ന നിറത്തിൽ കാണുന്ന വയറിനെയാണ് ലൈവ് വയർ അല്ലെങ്കിൽ ഫേസ് വയർ എന്ന് പറയുക. ഫേസ് ആണ് നമുക്ക് കുറച്ചുകൂടി ഫെമിലിയർ ആയിരിക്കുക. സോ ചുവന്ന നിറത്തിൽ പോകുന്ന വയറിനെ വിളിക്കുന്ന പേരാണ് ഫേസ് ലൈൻ അല്ലെങ്കിൽ ഫേസ് വയർ എന്ന് പറയുക. ഓക്കെ, കറുത്ത നിറത്തിൽ കാണുന്ന വയറാണ് ന്യൂട്രൽ ലൈൻ എന്ന് പറയുക. കറുത്ത നിറത്തിൽ കാണുന്ന വയറിനെ വിളിക്കുന്ന പേര് ന്യൂട്രൽ ലൈൻ. ചുവന്ന നിറത്തിൽ കാണുന്ന ഫേസ് ലൈൻ ആണ്, ബ്ലാക്ക് കളറിൽ കാണുന്ന ന്യൂട്രൽ ലൈൻ ആണ്. പച്ച നിറത്തിൽ കാണുന്ന എർത്ത് വയറാണ്. അതായത് ഇപ്പൊ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും പുതിയ വീട്ടിൽ വയറിംഗ് ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിൽ പോയി നോക്കി കഴിഞ്ഞു വെച്ചാൽ 3 കളർ വയറുകളായിരിക്കും മെയിൻലി കാണുക. ഒന്ന് കറുത്തതും, മറ്റൊന്ന് ചുവന്നതും, മറ്റൊന്ന് പച്ചയുമായിരിക്കും. ചുവന്ന വയറിനെ വിളിക്കുന്ന പേര് ഫേസ് ലൈൻ എന്നും, കറുത്ത വയറിനെ വിളിക്കുന്ന പേര് ന്യൂട്രൽ ലൈൻ എന്നും, പച്ച വയറിനെ വിളിക്കുന്ന പേര് എർത്ത് ലൈൻ എന്നുമാണ്. ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് എത്ര എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിട്ടുള്ള 220 എന്ന് പറയും. 220 എന്ന് പറഞ്ഞു വെച്ചാൽ ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് 220 വോൾട്ട് എന്ന് പറയുക. സോ വീട്ടിലോട്ട് വരുന്ന ഫേസ് ലൈനും ന്യൂട്രൽ ലൈനും ആദ്യം കടന്നു പോകുന്നത് എന്തിലൂടെയാണ്? ആദ്യം കടന്നു പോകുന്നത് ഈ പറയുന്ന ഇലക്ട്രിസിറ്റി ബോർഡ് ഫ്യൂസ്, ദാറ്റ് ഈസ് മെയിൻ ഫ്യൂസിലൂടെയാണ്. അതിനുശേഷം ഇലക്ട്രിസിറ്റി മീറ്റർ ഉണ്ട്, അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ ഉണ്ട്. അതായത് മെയിൻ സ്വിച്ച് കാര്യങ്ങൾ, ഡിസ്ട്രിബ്യൂഷൻ ബോക്സുകൾ എല്ലാം അതിനകത്താണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഈ പറയുന്ന പോലെ എല്ലാ പ്ലഗ് സോക്കറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഈ പറയുന്ന ഫേസും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 220 വോൾട്ടാണ്. ഈ കാര്യം മനസ്സിലാക്കുക. മറ്റൊരു കാര്യം പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിനകത്തുള്ള എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ മോഡിലായിരിക്കും. പാരലൽ സീരീസ് ഒക്കെ പഠിച്ചിട്ടില്ലേ? സോ എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും കണക്ട് ചെയ്തിരിക്കുന്നത് പാരലൽ മോഡിലായിരിക്കും ഉണ്ടാവുക. എന്തുകൊണ്ടാണ് പാരലൽ കണക്ഷൻ എന്ന് പറഞ്ഞു വെച്ചാൽ ഓരോ ഡിവൈസിനെയും ഓരോ സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ, അഥവാ സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവ പാരലലി തന്നെ കണക്ട് ചെയ്യണം. അതുപോലെ തന്നെ അവയ്ക്കെല്ലാം ആവശ്യമുള്ള വോൾട്ടേജ് ലഭിക്കണമെങ്കിൽ അവയെ പാരലലി കണക്ട് ചെയ്യണം. സോ നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ അപ്ലയൻസസും, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ തുടങ്ങിയ എല്ലാവയും കണക്ട് ചെയ്തിട്ടുണ്ട്. അവ എങ്ങനെയാണ്? പാരലൽ മോഡിലായിരിക്കും. അതിന്റെ ആവശ്യകത എന്ന് പറഞ്ഞാൽ ഓരോന്നിനും സെപ്പറേറ്റ് സ്വിച്ച് വെച്ച് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ അതിന് ഡിസൈഡ് ആയ റിക്വയർഡ് വോൾട്ടേജ് ലഭിക്കണമെങ്കിലും പാരലൽ കണക്ഷൻ ആണ് ആവശ്യമുള്ളത്. ഫൈൻ. ഇതാണ് ഒരു ഹൗസ് ഹോൾഡ് സപ്ലൈയുടെ ഏറ്റവും ബേസിക് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഈ സ്റ്റേറ്റ് ബോർഡിന്റെ SSLCയിലാണെങ്കിൽ കുറച്ചൊരു ഡീറ്റെയിൽഡ് ആയ ചിത്രം നൽകിയിട്ടുണ്ടാകും. ഇത് വളരെ ക്രിസ്പായ ചിത്രമാണ്. ജസ്റ്റ് ഈ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിയാൽ മതി. ഈ ഭാഗങ്ങൾ ജസ്റ്റ് പേര് പഠിച്ചു വെച്ചോട്ടാ. പരീക്ഷയിൽ ഇവിടെ ABC എന്നൊക്കെ പറഞ്ഞിട്ട് തരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോട്ടാ. അടുത്ത കോമ്പോണൻസ് ഓഫ് ഇലക്ട്രിക്കൽ സർക്യൂട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ലൈവ് വയർ ഉണ്ട്. ലൈവ് വയറിനെ വിളിക്കുന്ന പേരാണ് ഫേസ് വയർ. ഫേസ് വയർ ആണ്. അത് ചുവന്ന നിറത്തിലായിരിക്കും ഉണ്ടാവുക. ന്യൂട്രൽ വയർ ബ്ലാക്ക് കളറിലായിരിക്കും. എർത്ത് വയർ ഗ്രീൻ കളറിലായിരിക്കും. എർത്ത് വയർ എന്തിനാണെന്നല്ലേ നമുക്ക് അതിലോട്ട് കിടക്കാം. യെസ്, ഇവിടെ 220 വോൾട്ട് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തുള്ള ഹൗസ് ഹോൾഡ് സപ്ലൈയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 220 വോൾട്ട് ആണെന്ന് പറയുന്നുണ്ട്. എർത്ത് വയർ അതിലോട്ട് കിടക്കാം. ശ്രദ്ധിക്കണം. എർത്ത് വയർ നേരിട്ട് ഞാൻ എർത്തിങ്ങിനെ പറ്റിയല്ല പറയുന്നത്. ഞാൻ ജസ്റ്റ് കൺസെപ്റ്റ് പറഞ്ഞുതരാം. പ്രാക്ടിക്കലി ഫിസിക്സ് പഠിക്കുമ്പോൾ അങ്ങനെയാണ് ഒരു ഗുണം. നമുക്ക് പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് നമുക്ക് ഭയങ്കര അധികം റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കാം. നമ്മുടെ കയ്യിൽ ഒരു അയൺ ബോക്സ് എന്ന് വിചാരിക്കാം. റൈറ്റ്, ദിസ് ഈസ് ആൻ അയൺ ബോക്സ്. എലിപ്പെട്ടി പോലെ അയൺ ബോക്സ് വരച്ചിട്ട്. സോ നമ്മുടെ കയ്യിൽ ഒരു അയൺ ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ശ്രദ്ധിക്കണം, ഞാൻ വരയ്ക്കോടാ. യെസ്, നമ്മുടെ കയ്യിൽ ഒരു അയൺ ബോക്സ് ഉണ്ട്. ഓക്കെ, സോ അയൺ ബോക്സ് ഇങ്ങനെ വയർ പോകുന്നുണ്ട്. അയൺ ബോക്സിന്റെ പ്ലഗ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയൺ ബോക്സിന്റെ പ്ലഗ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നിന് മാത്രം നീളവും വണ്ണവും ഒക്കെ കൂടുതലായിരിക്കും. ശരിയല്ലേ? അയൺ ബോക്സിന്റെ പിന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നിന് നീളവും വണ്ണവും ഒക്കെ കൂടുതലായിരിക്കും. ബാക്കിയുള്ള 2 ചെറിയ പിന്നുകളായിരിക്കും. ഈ നീളവും വണ്ണവും കൂടിയ പിന്നിനെയാണ് നമ്മൾ എന്ത് പറയുക? എർത്ത് പിൻ എന്ന് പറയാം. ഇതിനെയാണ് എർത്ത് പിൻ. സോ അതായത് എന്താണ് എർത്തിങ് എന്ന് പറഞ്ഞുതരാം. അപ്പോഴാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവുക. സോ അയൺ ബോക്സിനകത്ത് എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ തകരാറ് മൂലം കറണ്ട് ലീക്കായി വിചാരിക്കാം. അപ്പൊ നമുക്ക് ഷോക്ക് എടുക്കില്ല. അയൺ ബോക്സിനകത്ത് വയറിൽ എന്തെങ്കിലും ഒരു ഇൻസുലേഷൻ തകരാറ് മൂലം കറണ്ട് ലീക്ക് ആവുകയാണെങ്കിൽ ഉറപ്പായും നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് ഷോക്ക് അടിക്കും. സോ ആ ഷോക്ക് അടിക്കാതെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് ചെയ്യുന്നത്. അതിന്റെ അപ്ലിക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഇവിടെ ഇൻസുലേഷൻ തകരാറുണ്ട്, കറണ്ട് ലീക്ക് ആയി വിചാരിക്കുക. സോ ഈ പറയുന്ന എർത്ത് പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവുക മെറ്റാലിക് സർഫേസിലാണ്. എവിടെയായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവുക? മെറ്റാലിക് സർഫേസിലായിരിക്കും കണക്ട് ചെയ്തിട്ടുണ്ടാവും. എർത്ത് പിൻ എപ്പോഴും കണക്ട് ചെയ്തിട്ടുണ്ടാവും മെറ്റാലിക് സർഫേസിലാണ്. സോ കറണ്ട് ലീക്ക് ആവുകയാണെങ്കിൽ മെറ്റൽ അല്ലേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. സോ മെറ്റാലിക് സർഫേസിലാണ് എർത്ത് പിൻ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ അധികമായിട്ട് വരുന്ന എക്സസ് കറണ്ട് അഥവാ ലീക്ക്ഡ് കറണ്ട് ഈ പറയുന്ന എർത്ത് പിന്നിലൂടെ, ഈ കാണുന്ന എർത്ത് പിന്നിലൂടെ എങ്ങോട്ട് പോകും? നമ്മൾ ആ പ്ലഗിനകത്ത് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഭൂമിക്കടിയിലോട്ടായിരിക്കും പോവുക. കാരണം ആദ്യം എർത്ത് പിന്ന് സ്വിച്ചിനകത്തോട്ട് കയറാൻ വേണ്ടി, സ്വിച്ച് മീൻസ് ആ സോക്കറ്റിനകത്തോട്ട് കയറാൻ വേണ്ടിയിട്ടാണ് അതിന് നീളവും വണ്ണവും ഒക്കെ കൂട്ടി വെച്ചിരിക്കുന്നത്. ഫൈൻ. ബാക്കിയുള്ള 2 നീളവും വണ്ണവും എല്ലാം കൂട്ടി വെച്ചിരിക്കുന്ന കാരണം അധികമായിട്ട് വരുന്ന ലീക്ക്ഡ് എക്സസ് കറണ്ട് സപ്പോസ് വരികയാണെങ്കിൽ അത് ആദ്യം തന്നെ എങ്ങോട്ട് പറഞ്ഞയക്കാൻ? ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് ഈ എർത്തിങ് ചെയ്തിട്ടുണ്ടാവുക.
കൃത്യമായിട്ട് മനസ്സിലായില്ലേ? സപ്പോസ് ഒരു അയൺ ബോക്സ് എടുത്തു വിചാരിക്കുക, അതിനകത്ത് എന്തെങ്കിലും ഇൻസുലേഷൻ തകരാറ് മൂലം കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഷോക്ക് അടിക്കാതെ നേരെ എക്സസ് കറണ്ട് ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണ് എർത്തിങ് നമ്മൾ ചെയ്യുന്നത്. സോ ഈ പറഞ്ഞ എർത്ത് പിൻ കണക്ട് ചെയ്തിട്ടുണ്ടാവുക മെറ്റാലിക് സർഫേസും ആയിട്ടായിരിക്കും. സോ കറണ്ട് ലീക്കേജ് ഉണ്ടെങ്കിൽ മെറ്റലല്ലേ കണ്ടക്ട് ചെയ്യുക. അപ്പൊ മെറ്റാലിക് സർഫേസിൽ നിന്ന് എക്സസ് കറണ്ടിനെ എടുത്ത് എങ്ങോട്ട് പറഞ്ഞയക്കും? ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കും. സോ അത് ആദ്യം എക്സസ് കറണ്ട് ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എർത്ത് പിന്നിന് ലെങ്ത്തും തിക്നെസ്സും എല്ലാം കൂടുതലായിട്ട് കീപ്പ് ചെയ്യുന്നത്. സോ ആദ്യം സോക്കറ്റിനോട്ട് കടന്നു ചെയ്യുന്നത് എർത്ത് പിന്നായിരിക്കും. കാര്യം മനസ്സിലായില്ലേ? ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഈ ചിത്രമൊന്നുമില്ല, ഞാൻ അഡീഷണലി പറയുകയാണ്, കാര്യം തലയ്ക്കകത്ത് നിൽക്കാൻ വേണ്ടി പറയുകയാണ്. സോ എർത്തിങ്ങിന്റെ ചിത്രം ഇങ്ങനെയാണ്. ദാ ഭൂമിക്കടിയിലോട്ട് ഞാൻ പറഞ്ഞയക്കുന്നു പറഞ്ഞേ, ദാ പച്ച വയർ നോക്കിക്കേ, ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കുന്നു. സോ അധികമായിട്ട് വരുന്ന എക്സസ് കറണ്ടിനെ നമുക്ക് ഭൂമിക്കടിയിലോട്ട് പറഞ്ഞയക്കും. അതിനെയാണ് എർത്തിങ് എന്ന് പറയുക. ദാറ്റ് ഈസ് എർത്ത് വയർ, വേറെ ഒന്നുമല്ല. സോ ഇലക്ട്രിക് ഷോക്ക് നമുക്ക് ഏൽക്കാതെ നേരെ എക്സസ് കറണ്ടിനെ നമുക്ക് എർത്തിങ് ചെയ്യുന്ന പരിപാടിയാണിത്. ആ തിയറിയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്, വേറെ ഒന്നുമല്ല, സിമ്പിൾ. ഓക്കെ, ഇലക്ട്രിക് ഫ്യൂസ്. ഇതും ഞാൻ തിയറി നിങ്ങൾ മനഃപ്പാഠം പഠിക്കണം, ഞാൻ കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതാണ് എപ്പോഴും തലയ്ക്കകത്ത് നിൽക്കുക. കാരണം കുറേ തിയറി വായിക്കകത്തോട്ട് കയറ്റി വെച്ച് തലയ്ക്കകത്തോട്ട് കയറ്റി വെച്ച് ഉത്തരക്കടലാസിൽ ഛർദ്ദിച്ചിട്ട് കാര്യമൊന്നുമില്ല. അങ്ങനെ മാർക്ക് നേടുന്ന കുട്ടികളെ കൊണ്ട് ഒന്നും ഇല്ലടാ, അങ്ങനെയൊന്നും പഠിച്ചിട്ട് കാര്യമില്ല. ഫിസിക്സ് പഠിക്കും, വേറെ സബ്ജക്റ്റിനെ പറ്റി ഞാൻ പറയുന്നത്. ഫിസിക്സ് പഠിക്കുമ്പോൾ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക. കാരണം ഇനി നിങ്ങൾ അയൺ ബോക്സിന്റെ പ്ലഗ് സോക്കറ്റ് കണ്ടാൽ ഒരിക്കലും നിങ്ങൾ എർത്തിങ് മറന്നു പോകില്ല. 3 പിൻ പ്ലഗ് കണ്ടാൽ ഒരിക്കലും നിങ്ങൾ എർത്തിങ് മറന്നു പോകില്ല, ശരിയല്ലേ? റൈറ്റ്. സോ അതുപോലെ എല്ലാം ഒരു അപ്ലിക്കേഷൻ ലെവലിൽ പഠിക്കുക, അല്ലാതെ എക്സാമിന് മാർക്ക് മേടിക്കാൻ ഉത്തരം എഴുതാൻ മാത്രമായിട്ട് ഫിസിക്സ് പഠിക്കണം. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ പരിപാടി നിർത്തിക്കും. റെഡി. സോ അടുത്ത നമ്മുടെ ഈ പറഞ്ഞ സേഫ്റ്റി ഫ്യൂസിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഇലക്ട്രിക് ഫ്യൂസ് അഥവാ സേഫ്റ്റി ഫ്യൂസ്. സേഫ്റ്റിയാണ് എൻഷുർ ചെയ്യുന്നത്. അതിന്റെ വർക്കിംഗ് ഞാൻ ഈസി ആയിട്ട് പറഞ്ഞുതരാം, വലിയ ഡീറ്റെയിലിംഗ് ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. റൈറ്റ്. ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് പറയാൻ പോകുന്നത്. അതിന്റെ പ്രോപ്പർ ഡയഗ്രാം ഒന്നുമല്ല, ഞാൻ ഏറ്റവും സിമ്പിളസ്റ്റ് വേയിലാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കണം. അതായത് ഇത്രയും വലിയ ഫ്യൂസ് കണ്ടാൽ നിങ്ങൾ ഇപ്പോൾ തലകറങ്ങി വരും. അത്രയും വലിയ ഫ്യൂസ്, ചെറിയൊരു ഫ്യൂസ് ആയിരിക്കും. ഓക്കെ, റെഡി. ശ്രദ്ധിക്കണം. ഇത് നമ്മുടെ ടി വി ആണ്, കണ്ടാൽ മനസ്സിലാവുന്ന എഴുതി വെച്ചിരിക്കുക. ഇത് നമ്മുടെ ഫ്രിഡ്ജാന്ന് വിചാരിക്കാം. സോ ടി വിയും ഫ്രിഡ്ജും കാണാൻ പറ്റുന്നില്ല? യെസ്, കാണാൻ പറ്റുന്നുണ്ട്. സോ ഇവിടെയാണ് നമ്മുടെ കറണ്ട് സപ്ലൈ, എക്സസ് ആയിട്ടുള്ള കറണ്ട് ഇങ്ങനെ ഒഴുകാന്ന് ഇരിക്കുക, അല്ലെങ്കിൽ കറണ്ട് സപ്ലൈ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്യൂസ്. ദിസ് ഈസ് ഫ്യൂസ്. ഇതാണ് ഫ്യൂസ് എന്ന് വിചാരിക്കുക കേട്ടോ. ഓക്കെ, ഫ്യൂസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഫ്യൂസ്. സോ ആ ഫ്യൂസിന്റെ നടുവിൽ ഒരു ഫ്യൂസ് വയർ ഉണ്ട്. ഇതൊരു ഫ്യൂസ് വയറാന്ന് വിചാരിക്കുക, ഫ്യൂസ് വയർ. സോ ഈ സർക്യൂട്ടിലൂടെ എക്സസ് കറണ്ട് ഒഴുകിക്കഴിഞ്ഞാൽ, അധികമായ കറണ്ട് ഒഴുകിക്കഴിഞ്ഞു വെച്ചാൽ എന്ത് ചെയ്യും? നമ്മുടെ ടി വിയും അതുപോലെ തന്നെ ഫ്രിഡ്ജും മിക്സിയും ഒക്കെ അടിച്ചു പോകും, ശരിയല്ലേ? അധികമായ കറണ്ട് ഈ ഡിവൈസുകളിലോട്ടൊക്കെ വന്നാൽ എല്ലാം അടിച്ച് പാപ്പറായി പോകും. സോ അതിനാൽ തന്നെ അധികമായ കറണ്ട് ഈ ഡിവൈസുകളിലോട്ടൊന്നും എത്താൻ പാടില്ല. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് സേഫ്റ്റി ഫ്യൂസ് എന്ന് പറയുക, അല്ലെങ്കിൽ സിംപ്ലി ഇലക്ട്രിക്കൽ ഫ്യൂസ് എന്ന് പറയുക. എന്താണ് ഇതിന്റെ പരിപാടി എന്ന് പറയട്ടെ. സോ എക്സസ് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഫ്യൂസ് വയർ ഇല്ലേ, ഈ ഫ്യൂസ് വയർ എന്തായി പോവും? ഫ്യൂസ് വയർ അങ്ങ് മെൽറ്റായി പോവും. ഫ്യൂസ് വയർ എന്താ സംഭവിക്കുക? ഫ്യൂസ് വയർ മെൽറ്റായി പോവും, ഉരുകിപ്പോവും. ഫ്യൂസ് വയർ ഉരുകിപ്പോയാൽ ആ സർക്യൂട്ട് ബ്രേക്ക് ആവില്ലേ? കാരണം ഇങ്ങനെ വരുന്ന കറണ്ട് ഇങ്ങോട്ട് പോവില്ല, കാരണം ഫ്യൂസ് വയർ മെൽറ്റായി. ഫ്യൂസ് വയർ മെൽറ്റായി കഴിഞ്ഞാൽ ഈ എക്സസ് കറണ്ട് ഇവിടെയുള്ള ടി വിയിലോട്ടും ഫ്രിഡ്ജിലോട്ടും പോവുമോ? ടി വിയിലോട്ടും ഫ്രിഡ്ജിലോട്ടും പോവില്ല. സോ ഇവന്മാരൊക്കെ എന്തായിരിക്കും? സേഫ് ആയിരിക്കും. ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ പർപ്പസ് എന്ന് പറയുക. ഇങ്ങനെയാണ് വർക്കിംഗ്. സോ അതായത് ആ സേഫ്റ്റി ഫ്യൂസിലൂടെ എക്സസ് കറണ്ട് ഒഴുകുകയാണെങ്കിൽ അതിനകത്തുള്ള ഫ്യൂസ് വയർ എന്താവും? അത് മെൽറ്റ് ആവും. ഫ്യൂസ് വയർ മെൽറ്റ് ആയാൽ സർക്യൂട്ട് ബ്രേക്ക് ആവും. സർക്യൂട്ട് ബ്രേക്ക് ആയാൽ തൊട്ടപ്പുറത്തുള്ള ടി വിയും ഫ്രിഡ്ജും മിക്സിയും ഗ്രൈൻഡറും എ സിയും എല്ലാം എന്തായിരിക്കും? സേഫ് ആയിരിക്കും. കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? ക്രിസ്റ്റൽ ക്ലിയർ. ഓക്കെ, അടുത്തത് ഈ ഫ്യൂസ് വയറിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു തരട്ടെ. അത് നിങ്ങളുടെ സിലബസിനകത്ത് ഇല്ലാന്ന് തോന്നുന്നു, എങ്കിലും സിമ്പിളി പറഞ്ഞുതരാം. അതിന് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്, പെട്ടെന്ന് ഉരുകിപ്പോകുന്ന സാധനമാണ്. അതായത് എക്സസ് കറണ്ട് വരുമ്പോൾ അത് പെട്ടെന്ന് ഉരുകിപ്പോകും. അപ്പോഴല്ലേ സർക്യൂട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും, അപ്പോഴല്ലേ ഡിവൈസുകളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുക. സോ അതിന് ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. രണ്ടാമത്തെ മെയിൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അത് ടിന്നിന്റെയും ലെഡിന്റെയും അലോയാണ്. ഈ രണ്ട് പോയിന്റുകളെയും പഠിച്ചു വെച്ചോ. ഫ്യൂസ് വയർ ഈസ് ആൻ അലോയ് ഓഫ് ടിൻ ആൻഡ് ലെഡ്. അതുപോലെ തന്നെ അത് ലോ മെൽറ്റിംഗ് പോയിന്റ് ആയിരിക്കും ഉണ്ടാവുക. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിൽ അങ്ങ് ഉറപ്പിച്ചു വെച്ചു. സെറ്റില്ലേ? അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? സോ ഇതാണ് സേഫ്റ്റി ഫ്യൂസിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക. സോ അധികമായ കറണ്ട് ഈ പറയുന്ന ഫ്യൂസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്യൂസ് വയർ ഉരുകിപ്പോവും. സോ ആ കറണ്ട് ഒരിക്കലും ടി വിയിലോട്ടും ഫ്രിഡ്ജിലോട്ടും ഒന്നും എത്തൂല, സർക്യൂട്ട് ബ്രേക്ക് ആവും. ഫൈൻ, അതാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. സോ പർപ്പസ് വൈസ് പറയുകയാണെങ്കിൽ ഇറ്റ് പ്രൊട്ടക്ട് അവർ അപ്ലയൻസസ് ഫ്രം ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ടിങ്. അതായത് എക്സസ് കറണ്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിങ്ങുമാണ്. സോ അതിൽ നിന്ന് വീട്ടിലുള്ള ഉപകരണങ്ങളെ സംരക്ഷിക്കുന്ന ആശാനാണ് സേഫ്റ്റി ഫ്യൂസ്.
സോ എന്താണ് ഓവർലോഡിങ് ആൻഡ് ഷോർട്ട് സർക്യൂട്ടിങ് നോക്കിയാലോ, അതുകൂടി നമുക്ക് പഠിക്കാനുള്ളൂ. ശ്രദ്ധിക്കണം, ഓവർലോഡിങ്ങും ഷോർട്ട് സർക്യൂട്ടിങ്ങും. ആദ്യം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. ഇതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ്, ഇതാണ് ഓവർലോഡിങ്. എന്താന്ന് പറഞ്ഞുതരാം. ഷോർട്ട് സർക്യൂട്ട് occurs when in the system when the neutral wire and live wires comes in contact. ന്യൂട്രൽ വയറും ലൈവ് വയറും കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുക. അതായത് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയാം. നമ്മുടെ വീട്ടിനടുത്തുള്ള ലൈൻ കമ്പികളിൽ മഴക്കാലങ്ങളിൽ മരക്കൊമ്പ് ഉണങ്ങി വന്നിട്ട് വീഴാറുണ്ട്. അല്ലെങ്കിൽ മരക്കൊമ്പ് വന്നിട്ട് ലൈൻ കമ്പിയുടെ മുകളിൽ വീഴുമ്പോൾ മൊത്തത്തിലൊരു എന്താ പറയാ, കമ്പിത്തിരി പൊട്ടിയിട്ട് പൂക്കുറ്റി വരുന്ന പോലെ ആയിരിക്കും, മൊത്തം സ്പാർക്ക് ആയിരിക്കും വരിക, ശരിയല്ലേ? അതായത് ഒരു ഫേസ് വയർ, ന്യൂട്രൽ വയർ, അതിന് മുകളിൽ പോയിട്ട് ഒരു മരച്ചില്ല വന്ന് വീട് കഴിഞ്ഞാൽ മൊത്തത്തിലൊരു തീപ്പൊരി പോലെ വരാറുണ്ട് അല്ലെ, മൊത്തത്തിലൊരു പൊട്ടിത്തെറി കാണാറില്ലേ? അതാണ് എന്തെന്ന് പറയുക, ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുക. അതാണ് ഷോർട്ട് സർക്യൂട്ടിംഗ്. അഥവാ ഫേസും ന്യൂട്രലും കോൺടാക്റ്റിൽ വരുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് സംഭവിക്കുക. മറ്റൊരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ പറയട്ടെ. ലൈൻ കമ്പികൾ നോക്കി കഴിഞ്ഞു വെച്ചാൽ വവ്വാല് കരിഞ്ഞിട്ട് ഇതിങ്ങനെ കിടക്കുന്നുണ്ടാവും, ശരിയല്ലേ? വവ്വാലുകളൊക്കെ കരിഞ്ഞു കിടക്കണം. കാരണം വവ്വാലിന്റെ ഒരു കൈ ഫേസിലും മറ്റേ കൈ ന്യൂട്രലും ആയിരിക്കും. സോ അത് രണ്ടിലും പിടിച്ചിട്ട് ഇങ്ങനെ വവ്വാല് നിൽക്കുമ്പോൾ അത് കരിഞ്ഞത് ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും, ശരിയല്ലേ? യെസ്. പക്ഷെ കാക്കയ്ക്ക് ഷോക്ക് അടിച്ച് അധികം കാണാറില്ല. കാരണം കാക്ക കുറച്ചുകൂടി ഇന്റലിജന്റ് ആണ്. കാക്ക എയ്തർ ഫേസ് ലൈനിൽ മാത്രമായിരിക്കും രണ്ട് കാലും വെച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ന്യൂട്രലിലായിരിക്കും രണ്ട് കാലും വെച്ചിട്ടുണ്ടാവുക. ഒരിക്കലും ഒരു കാല് ഫേസിലും ഒരു കാല് ന്യൂട്രലിലും വെച്ച് കാക്ക ഇരിക്കാറില്ല. അങ്ങനെ പിടിച്ചു വെക്കാറ് വവ്വാലെന്ന് മാത്രമേ ഉള്ളൂ. സോ വവ്വാല് കരിഞ്ഞു പോകാറുണ്ട്. കാരണം ഫേസും ന്യൂട്രലും കോൺടാക്റ്റിൽ വരുമ്പോൾ എക്സസ് കറണ്ട് ഒഴുകും. അതിനെയാണ് ഷോർട്ട് സർക്യൂട്ടിംഗ് എന്ന് പറയുക. അതാണ് ഇവിടെ ഇൻസുലേഷൻ തകരാറുണ്ടെങ്കിൽ അപ്പോഴും സംഭവിക്കുന്നത് ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. ഫേസും ന്യൂട്രലും കോൺടാക്റ്റിൽ വരും. അടുത്ത എന്താണ് ഓവർലോഡിംഗ്? ഓവർലോഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ് കണക്റ്റഡ് ടു ദ സോക്കറ്റ്. when overload occurs when the number of electrical supply connected to, ഒന്നുമില്ല, ഒരു സർക്യൂട്ടിന് താങ്ങാവുന്നതിലധികം ഇലക്ട്രിക്കൽ അപ്ലയൻസസ് കണക്ട് ചെയ്യുമ്പോൾ ഓവർലോഡഡ് ആയി പോകാറുണ്ട്. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ പ്രാക്ടിക്കലി പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ ഒരു പ്ലഗ് സോക്കറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കൊണ്ടുപോയിട്ട് എന്റെ മൊബൈൽ ചാർജർ കുത്തി, അമ്മ വന്നിട്ട് അമ്മയുടെ മിക്സിയും അതിനകത്ത് കുത്തി, അനിയൻ വന്നിട്ട് അവന്റെ ഡ്രിമ്മറും കുത്തി. അപ്പൊ എല്ലാം കൂടി കുത്തുമ്പോൾ താങ്ങാവുന്നതിലധികം കറണ്ട് സപ്ലൈ അല്ലേ നടക്കുക, പവർ ഉപയോഗമല്ലേ നടക്കുക. അപ്പൊ എല്ലാം കൂടി അടിച്ചു പോകുമല്ലോ. സോ അതിനെയാണ് ഓവർലോഡഡ് എന്ന് പറയുന്നത്. ദാറ്റ് സിംപ്ലി നോൺ ആസ് ഓവർലോഡഡ്. അപ്പോൾ ഫേസും ന്യൂട്രലും കോൺടാക്റ്റിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഷോർട്ട് സർക്യൂട്ടിംഗ് ആണ്. അതുപോലെ തന്നെ എക്സസ് പവർ കൺസപ്ഷൻ നടക്കുമ്പോൾ, ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ താങ്ങാവുന്നതിലധികം അപ്ലയൻസസ് കണക്ട് ചെയ്യുമ്പോൾ അപ്പോഴാണ് ഓവർലോഡിംഗ് സംഭവിക്കുക. രണ്ടും കൃത്യമായിട്ട് മനസ്സിലാക്കിക്കോ. സെറ്റ്. അടുത്ത ഇലക്ട്രിക് മീറ്റർ. ലാസ്റ്റ് ഈ ഇലക്ട്രിക് മീറ്ററിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് കുറച്ചു മുമ്പ്. കിലോ വാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞില്ലേ? കിലോ വാട്ട് അവർ മീറ്റർ അഥവാ ഒരു വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസപ്ഷൻ തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് കിലോ വാട്ട് അവർ മീറ്റർ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മീറ്റർ എന്നൊക്കെ പറയാം. നമ്മുടെ KCB എന്നൊക്കെ ആള് വന്നിട്ട് കറണ്ട് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ പറയുന്ന ഡിവൈസ് നോക്കിയിട്ടാണ്. ഇതിനകത്ത് ഇലക്ട്രിക്കൽ എനർജി അഥവാ ഇലക്ട്രിക്കൽ എനർജി അവർ കാൽക്കുലേറ്റ് ചെയ്തത് കിലോ വാട്ട് അവറിലായിരിക്കും. അതുകൊണ്ടാണ് കിലോ വാട്ട് അവർ മീറ്റർ എന്ന പേര് കൂടി ഇതിന് വരുന്നത്. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റി മീറ്റർ ഓർ കിലോ വാട്ട് അവർ മീറ്റർ. ഇതിന്റെ ഇലക്ട്രിക്കൽ എനർജി കൺസംഷന്റെ ഇക്വേഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല എന്ന് വിചാരിക്കുന്നു. എങ്കിൽ പോലും ഒരു സേഫ്റ്റി സൈഡിൽ ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ എനർജി കൺസംഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എനർജി ഈക്വൽ ടു പവർ ഇൻറ്റു ടൈം ഡിവൈഡ് ബൈ 1000 ആണ് ഇക്വേഷൻ. പി എന്ന് പറഞ്ഞാൽ പവർ വാട്ടിലായിരിക്കണം. സമയം അവർ മണിക്കൂറിലാണ് ഇതിനകത്ത് എഴുതേണ്ടത്. ബാക്കി ഡിവൈഡ് ബൈ 1000. ഇങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക, ഇലക്ട്രിക്കൽ എനർജി കാൽക്കുലേറ്റ് ചെയ്യുക. അതിന്റെ യൂണിറ്റ് കിലോ വാട്ട് അവറിലായിരിക്കും. ഫൈൻ. ജസ്റ്റ് ഇതുകൂടി ഒന്ന് പഠിച്ചു വെച്ചാൽ കുറച്ച് അഡീഷണൽ ഡാറ്റാസ് പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓൾവേസ് റിമെമ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കിയാൽ കാര്യങ്ങൾ ഒരിക്കലും മറന്നു പോകില്ല. സർഫേസ് ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല. അതുകൊണ്ടാണ് കുറച്ച് അഡീഷണൽ ഡാറ്റാസ് പറയുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്രേ ഉള്ളൂ നമ്മുടെ ചാപ്റ്ററിലെ കോൺസെപ്റ്റ് റിവിഷൻ എന്ന് പറയും. ഇത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല, ഇത് പഠിക്കുക. എന്നിട്ട് ഫർദർ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും, എല്ലാ അഡീഷണൽ ക്വസ്റ്റ്യൻസും, എല്ലാ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസ് ക്വസ്റ്റ്യൻസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. തലയ്ക്കകത്ത് കയറ്റുക, ഗംഭീരമായിട്ട് പഠിക്കുക. സൈലം നിങ്ങളുടെ കൂടെയുണ്ട്, അണ്ണനും കൂടെയുണ്ട്. ഫുൾ മാർക്ക് നമുക്ക് എന്തായാലും ഫിസിക്സിനകത്ത് ഉറപ്പിക്കാം. അടുത്തടുത്ത ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ് റിവിഷനുമായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. സോ ഗൈസ്, ലവ് യു ആൾ. ടേക്ക് കെയർ. ടാറ്റാ.